സോ ഹലോ ഗായ്സ്, ഡിയോൺ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ഒരു പൂച്ചയാണ്, ഇതല്ല സംഭവം. ഇന്ന് ഞാൻ എൻ്റെ തല ചെക്ക് ചെയ്യാൻ പോവാണ്. എനിക്ക് ബുദ്ധി ഉണ്ട്, ഇന്നൊന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ ഗൈസ്. എല്ലാ ദിവസത്തെയും പോലെ പപ്പു വ്യാപാരി തന്റെ സ്ഥാപനത്തിന്റെ ചുമതലകളെല്ലാം തീർത്ത് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വഴിയിൽ ഒരു ധാബയുണ്ട്. അവിടെ നിന്നാണ് പപ്പു എപ്പോഴും ഭക്ഷണം കഴിച്ചിരുന്നത്. സമയം ഏതാണ് ഗൈസ്, ഈ പപ്പൂടെ മോന്ത് നോക്കി, ഈ ഡ്രൈവർ നോക്കി എങ്ങനെ ഇരിക്കണേ, ഇങ്ങനെ ഇരിക്കണേ നോക്കി ഗൈസ്. ത്തിന്റെ ചുമതലകളെല്ലാം തീർത്ത് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വഴിയിൽ ഒരു ധാബയുണ്ട്. അവിടെ നിന്നാണ് പപ്പു എപ്പോഴും ഭക്ഷണം കഴിച്ചിരുന്നത്. സമയം ഏതാണ്ട് അതിക്രമിച്ചിരുന്നു. പപ്പുവിന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ധാബയുടെ അകത്തേക്ക് പോകുന്നു. ധാബയുടെ അകത്ത് ഭക്ഷണം ഏതാണ്ട് തീർന്നിരുന്നു. പെറോട്ട മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരു പെറോട്ടയുടെ വില 20 രൂപയായിരുന്നു. 2 പെറോട്ട തിന്നാൽ മൂന്നാമത്തെ പെറോട്ട ഫ്രീ ആയി കിട്ടും. പപ്പു മൊത്തം 4 പെറോട്ട തിന്നു. അപ്പോൾ പപ്പുവിന് 4 പെറോട്ടയ്ക്ക് എന്ത് വില നൽകേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ചിന്തിക്കൂ. 4 പൊറോട്ട ഒരെണ്ണത്തിന് 20 രൂപ. അപ്പൊ 2 എണ്ണം കഴിക്കുകയാണെങ്കിൽ ഒരെണ്ണം ഫ്രീ. 20 രൂപ 40 രൂപ. അല്ല 40. ഇപ്പൊ 4 2 എണ്ണം എടുത്തോ, ഒരെണ്ണം ഫ്രീ. 20 40 40ആയി. അവിടെ 40ആയി. 40 20 60 നോക്കാം. 60 എന്നാണ് എൻ്റെ ഉത്തരം. 60. പപ്പു ഒരേ സമയം 4 പെറോട്ട വാങ്ങിയിരുന്നേൽ 80 രൂപ നൽകേണ്ടി വരുമായിരുന്നു. എന്നാൽ പപ്പു ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം ആദ്യം 2 പെറോട്ട വാങ്ങുന്നു. പകരം ഒരു പെറോട്ട ഫ്രീ ആയി കിട്ടുന്നുമുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു പെറോട്ട വാങ്ങുന്നു. അങ്ങനെ മൊത്തം 60 രൂപയാകും. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തലയുണ്ട്, ബോധ്യപ്പെട്ടു. എനിക്ക് തലയുണ്ട് ചെറുതായിട്ട്. 60 രൂപ നൽകേണ്ടി വരും. പപ്പു പെറോട്ട തിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതും തല കറങ്ങി വീഴുന്നു. ഹോട്ടലിലുള്ള എല്ലാ തൊഴിലാളികളും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. കുലുക്കി വിളിച്ചെങ്കിലും പപ്പുവിന് ബോധം തെളിയുന്നില്ല. ആ സമയത്ത് ധാബയുടെ പുറത്ത് 3 കാറുകൾ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു കാർ മാനേജറിന്റേതായിരുന്നു. ബാക്കി 2 കാർ അവിടുത്തെ സ്റ്റാഫിന്റേതായിരുന്നു. മാനേജർ പെട്ടെന്ന് തന്റെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് 3ാമത്തെ കാറിന്റെ ചാവി വാങ്ങുന്നു. എന്നിട്ട് പപ്പുവുമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അദ്ദേഹത്തോടൊപ്പം ധാബയിലെ 3 പേർ കൂടി ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? മാനേജർ തന്റെ വണ്ടി ഉപയോഗിച്ചില്ല, സ്റ്റാഫിന്റെ 2ാമത്തെ വണ്ടിയും ഉപയോഗിച്ചില്ല, സ്റ്റാഫിന്റെ 3ാമത്തെ വണ്ടിയും എടുത്തുകൊണ്ട് എന്താണ് പോയതെന്ന്. എനിക്ക് തോന്നുന്നു ഈ വണ്ടി കംപ്ലൈന്റ് ആണ്. ഇതിന് ടയറിൽ കാറ്റില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതെടുത്ത്. ഇതിനെന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് മിക്കവാറും ഉണ്ടാവും. ഓക്കെ, ചിന്തിക്കൂ. നോക്കാം. ശ്രദ്ധിച്ചു നോക്കൂ. മാനേജറിന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ പകുതി കാണാനില്ല. പോരാത്തതിന് വണ്ടി ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇതിന്റെ അർത്ഥം മാനേജറുടെ വണ്ടി വളരെ കാലങ്ങളായി ഉപയോഗിക്കാതെ ഇവിടെ ഇട്ടേക്കുകയാണെന്നാണ്. 2ാമത്തെ വണ്ടിയുടെ ഒരു ടയർ പഞ്ചറാണ്. അതുകൊണ്ടാണ് മാനേജർ 3ാമത്തെ വണ്ടിയും എടുത്തുകൊണ്ട് പപ്പുവുമായി ആശുപത്രിയിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിലെത്തിയതും ഡോക്ടർ ആദ്യം പപ്പുവിന്റെ പോക്കറ്റിൽ നിന്ന് എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുക്കുന്നു. പപ്പുവിന്റെ പോക്കറ്റിൽ നോട്ടുകളുടെ കെട്ടും വേറെ കുറെ സാധനങ്ങളും വെച്ചിരുന്നു. പക്ഷേ പപ്പു മരിച്ചു പോയിരുന്നു. കേസ് അന്വേഷിക്കുന്നതിനായി നഗരത്തിൽ അറിയപ്പെടുന്ന ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ചു വരുത്തുന്നു. ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ നിങ്ങൾ ആരും നഗരം വിട്ട് പുറത്തു പോകുവാൻ പാടില്ല. മെഹുൽ പപ്പുവിന്റെ ഡെഡ് ബോഡിയുമായി ഡോക്ടർ സഞ്ജനയുടെ ലാബിൽ എത്തുന്നു. ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡിലാണ് തുറക്കുന്നത്. ഇവിടെ 4 ബട്ടൺ ഉണ്ട്. ഒന്നിൽ മൂങ്ങ, ഒന്നിൽ മയിൽ, ഒന്നിൽ കാക്ക, ഒന്നിൽ തത്ത. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നിനെ പ്രസ് ചെയ്യണം. ഈ 4 വ്യത്യസ്തമായിട്ടുള്ളത്. ഇത് മൂങ്ങ ഉറപ്പ്. എനിക്ക് മൂങ്ങ ഉറപ്പാണ്. എന്താ വെച്ചാൽ മൂങ്ങ രാത്രി, ബാക്കിയുള്ള 3 രാവിലെ കാണൂല. ഇതിൽ ഏതാണ് ഓട് വൺ ഔട്ട് ആയിട്ടുള്ളത്? ചിന്തിക്കൂ. ഞാൻ ഇത് തന്നെ ഉറപ്പ്. ഓർഡറിന് ഇത് 4 പക്ഷികളാണ്. എന്നാൽ മൂങ്ങ ഇവരിൽ നിന്നും വ്യത്യസ്തമാണ്. മൂങ്ങ പകൽ ഉറങ്ങിയിട്ട് രാത്രിയിലാണ് കൂട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. മെഹുൽ ആദ്യത്തെ ബട്ടൺ പ്രസ് ചെയ്ത് ലാബിന്റെ അകത്തേക്ക് പോകുന്നു. ഡോക്ടർ സഞ്ജന ഡെഡ് ബോഡിയെ നന്നായി പരിശോധിക്കുന്നു. എന്നിട്ട് മെഹുലിനോട് പറയുന്നു, ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ അപകടകാരിയായ വിഷം ചെന്നിട്ടുണ്ട്. ഈ വിഷത്തിന്റെ ഒരു തുള്ളി അകത്ത് ചെന്നാൽ തന്നെ മനുഷ്യൻ മരിച്ചു പോകും. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ധാബയിൽ ഭക്ഷണത്തോടൊപ്പം വിഷവും കൊടുത്തിട്ടുണ്ടാകും. എനിക്ക് ഉടനെ ധാബയിൽ പോയി വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. മെഹുൽ തന്റെ വണ്ടിയിൽ ധാബയിലേക്ക് പോകുന്നു. നഗരത്തിൽ നിന്ന് ധാബയിലേക്ക് പോകുവാൻ 3 വഴികളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ വഴി നഗരത്തിന് നടുവിൽ കൂടിയാണ്. അവിടെ എപ്പോഴും ട്രാഫിക് തിരക്കാണ്. 2ാമത്തെ വഴി ഷോർട്ട് കട്ടാണ്. അവിടെ പക്ഷേ എപ്പോഴും ചെക്കിംഗ് ഉണ്ടാകാറുണ്ട്. 3ാമത്തെ വഴിയിലൂടെ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും. പക്ഷേ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഇല്ല.
ഈ മൂന്നെണ്ണത്തിൽ ഏതായിരിക്കും മെഹുലിന് അനുയോജ്യമെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ചിന്തിക്കൂ. മെർലിന് കുഴപ്പമില്ല, അവൻ തന്നെ അതിൽ തന്നെ, അത് തന്നെയാണ് നല്ലത്. അവൻ അതിലൂടെ തന്നെ പോകും നേരെ. രണ്ടാമത്തെ വഴിയായിരിക്കും മെഹുലിന് നല്ലത്. കാരണം രണ്ടാമത്തെ വഴിയിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടെങ്കിലും മെഹുൽ നഗരത്തിലെ അറിയപ്പെടുന്ന കുറ്റാന്വേഷകനായതുകൊണ്ട് പോലീസ് ഉടനെ തന്നെ അദ്ദേഹത്തെ പോകുവാൻ അനുവദിക്കും. മെഹുൽ രണ്ടാമത്തെ വഴിയിലൂടെ ദാബയിലേക്ക് എത്തിച്ചേരും. അതിനുള്ളിൽ എല്ലായിടത്തും CCTV ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മെഹുൽ എല്ലാ CCTV ക്യാമറ ദൃശ്യങ്ങളും ചെക്ക് ചെയ്യുന്നു. പപ്പു വ്യാപാരി ദാബയ്ക്കകത്തേക്ക് വരുന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ വീഡിയോസും ശ്രദ്ധയോടെ കാണുന്നു. എന്നാൽ എവിടെയും മെഹുലിന് ഒരു പ്രശ്നവും കണ്ടെത്താനാകുന്നില്ല. ഇതും പ്രശ്നം മറ്റെന്തോ ആണ്. എനിക്ക് വീണ്ടും ഡോക്ടർ സഞ്ജനയുടെ സഹായം തേടേണ്ടി വരും. ബോഡിയെ നന്നായി നോക്കിയിട്ട് ഡോക്ടർ സഞ്ജന പറഞ്ഞത് പപ്പു വ്യാപാരിക്ക് വിഷം കൊടുത്തുവെന്നാണ്. വിഷം ആഹാരത്തിലല്ലായിരുന്നു. മെഹുൽ കൺഫ്യൂഷനിലാകുന്നു. ഒരു വശത്ത് ഡോക്ടർ പറയുന്നു പപ്പുവിന് ശക്തമായ വിഷമാണ് നൽകിയതെന്ന്, അതിൽ ഒരു തുള്ളി ഉള്ളി ചെന്നാൽ തന്നെ മനുഷ്യൻ മരിക്കുമെന്ന്. എന്നാൽ പപ്പു അവസാനമായി ആഹാരം കഴിച്ചത് ആ ദാബയിൽ നിന്നാണ്. പിന്നെ അദ്ദേഹത്തിന് എവിടെ വച്ചാണ് വിഷം നൽകിയിട്ടുണ്ടാവുക? മെഹുൽ വീണ്ടും ആ ദാബയുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. ഇത്തവണ മെഹുലിന് ഒരു ക്ലൂ കിട്ടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് പറയാനാകുമോ മെഹുലിന് ഇതിൽ നിന്ന് എന്ത് ക്ലൂ ആണ് കിട്ടിയിരിക്കുന്നതെന്ന്? ചിന്തിക്കൂ. പപ്പു വ്യാപാരിയുടെ പോക്കറ്റിലേക്ക് നോക്കൂ. അത് നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു. എന്നാൽ അതിപ്പോൾ കാലിയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? മെഹുൽ ഉടൻ തന്നെ ദാബയിൽ നിന്ന് പപ്പുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എല്ലാവരെയും ചോദ്യം ചെയ്തു. ആ സമയത്ത് ദാബയിലെ മാനേജർ പറയുന്നു, സർ, ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പപ്പുവിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന നോട്ടുകെട്ടുകളും സാധനങ്ങളും പുറത്തെടുപ്പിച്ചിരുന്നു. നോട്ടുകെട്ടുകളോ? തീർച്ചയായും ഇതിൽ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോയി പപ്പു വ്യാപാരിയുടെ എല്ലാ സാധനങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. മെഹുൽ വണ്ടിയിൽ ആശുപത്രിയിലേക്ക് എത്തുന്നു. ഹോസ്പിറ്റലിൽ ഡോക്ടർ തന്റെ ക്യാബിനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാതിൽ ഒരു പാസ്വേഡ് കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പനീർ, തൈര്, രസ്മലായി, ഥാഡ്, ഇതിലേതാണ് ഓഡ് വൺ? ലോജിക്കൽ ആർമി. ചിന്തിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നോട് പറയൂ. ഇത് 4 പാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ രസ്മലായി ഒഴിച്ച് ബാക്കി 3 ഉണ്ടാക്കുവാൻ പാലിനെ പിരിച്ചെടുക്കണം. അതുകൊണ്ട് രസ്മലായി ഓഡ് വൺ ഔട്ടാണ്. മെഹുൽ രസ്മലായി പ്രസ് ചെയ്ത് ക്യാബിനകത്തേക്ക് പ്രവേശിക്കുന്നു. ക്യാബിനകത്ത് ചെന്നതും മെഹുൽ ഡോക്ടറോട് വിവരങ്ങൾ അന്വേഷിച്ചറിയുന്നു. അവിടെ നിന്ന് പപ്പു വ്യാപാരിയുടെ സാധനങ്ങളും നോട്ടുകെട്ടുകളും വാങ്ങിക്കൊണ്ട് ഡോക്ടർ സഞ്ജനയുടെ അടുത്തേക്ക് പോകുന്നു. നോട്ടുകെട്ടുകളും മറ്റു സാധനങ്ങളും പരിശോധിച്ചതും ഡോക്ടർ സഞ്ജന ആശ്ചര്യപ്പെടുന്നു. എന്നിട്ട് മെഹുലിനോട് പറയുന്നു, ഓ ഭഗവാനെ, ഈ നോട്ടിലൊക്കെ വിഷമാണ്. നോട്ടുകെട്ടുകളിൽ കഠിനമായ ഏതോ വിഷം തേച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ വിഷമയമായ നോട്ടുകെട്ടുകളിൽ നിന്നാകും പപ്പുവിന്റെ മരണം സംഭവിച്ചത്. പക്ഷേ കൊല്ലുന്നതിന് ഇത്രയും അപകടകരമായ പ്ലാൻ ആരായിരിക്കും ഉണ്ടാക്കിയത്? തീർച്ചയായും അറിയുന്ന ആരെങ്കിലും ആയിരിക്കും. സത്യമറിയുന്നതിനായി മെഹുൽ തന്റെ വണ്ടിയും എടുത്ത് പപ്പു വ്യാപാരിയുടെ ഓഫീസിലേക്ക് പോകുന്നു. മെർലിൻ തന്നെ വണ്ടി എടുത്തിട്ട് പപ്പു വ്യാപാരിന്റെ പോകുന്ന വഴി റോഡിൽ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. മെഹുൽ തന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുന്നു. അവിടെ 2 കാറുകളുടെ ആക്സിഡന്റ് ഉണ്ടായിരിക്കുകയാണ്. 2 കാറും കണ്ടപ്പോൾ ഏത് ഡ്രൈവറുടെ തെറ്റാണെന്ന് മെഹുലിന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് മനസ്സിലായോ? സീൻ വളരെ ശ്രദ്ധയോടെ നോക്കൂ. എന്നിട്ട് ഇതിന്റെ ഉത്തരം എന്നോട് കമന്റ് ചെയ്ത് പറയൂ. എല്ലാ തെറ്റും ഈ നേരെ കാണുന്ന ഡ്രൈവറുടേതാണ്. കാരണം മറ്റേ ഡ്രൈവർ പോകേണ്ട സൈഡിലൂടെയാണ് പോയത്. എന്നാൽ നേരെ കാണുന്ന ഡ്രൈവർ തെറ്റായ സൈഡിലൂടെയാണ് വന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടേക്ക് പോലീസ് വന്നു. പോലീസ് എത്തിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ നോക്കിക്കോളും. എനിക്കിപ്പോൾ എന്റെ കേസ് നോക്കേണ്ടതുണ്ട്. പോലീസ് വന്നതും മെഹുൽ അവിടെ നിന്ന് പോകുന്നു. പപ്പു വ്യാപാരിയുടെ ഓഫീസിലേക്ക് എത്തുന്നു. ഓഫീസിൽ ആ സമയത്ത് 3 പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. മെഹുൽ അവരെ ചോദ്യം ചെയ്തപ്പോൾ പപ്പു വ്യാപാരി മരിച്ചതിന് ശേഷം മാനേജർ അവിടെ നിന്ന് അപ്രത്യക്ഷനായെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ആ മാനേജറിന് ഈ മരണവുമായി ബന്ധമുണ്ട്. ഏറ്റവും ആദ്യം എനിക്ക് ആ മാനേജറെ പിടികൂടണം. മെഹുൽ മാനേജറുടെ വീടിന്റെ അഡ്രസ് എടുത്ത് അധ്യക്ഷനെ കാണുന്നു. അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, അയ്യോ, എനിക്കൊന്നും അറിയില്ല. മാനേജർ കഴിഞ്ഞ 2 ദിവസമായി വീട്ടിലേക്കേ വന്നിട്ടില്ല. അതോടെ മെഹുലിന് ഈ മരണത്തിൽ മാനേജറിന് പങ്കുണ്ടെന്ന് പൂർണ്ണമായും ബോധ്യമാകുന്നു. മെഹുൽ വളരെയധികം പരിശ്രമിക്കുന്നു. എന്നാൽ മാനേജറിനെ പിടികൂടുവാനേ സാധിക്കുന്നില്ല. അതിനുശേഷം മെഹുൽ രഹസ്യ ഏജൻസിയുടെ സഹായത്തോടെ മാനേജറുടെ മൊബൈൽ ട്രേസ് ചെയ്യുന്നു. അതിൽ നിന്നും മാനേജർ ഈ സമയം ഒരു ഹോട്ടലിൽ ഒളിച്ചു കഴിയുകയാണെന്ന് വിവരം കിട്ടുന്നു. മെഹുൽ ഉടൻ ഹോട്ടലിൽ ചെന്ന് മാനേജറെ പിടികൂടുന്നു. ചോദ്യം ചെയ്തപ്പോൾ മാനേജർ തെറ്റ് സമ്മതിക്കുന്നു. സാർ എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ അധിക്ഷേപിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പണത്തിൽ വിഷം കലർത്തി. മെഹുൽ അയാളെ ശക്തമായി അടിക്കുന്നു. എന്നിട്ട് പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കേസ് സോൾവ്ഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും എൻ്റെ കുറച്ചൊക്കെ ബുദ്ധി ഉണ്ട് എനിക്ക്, അത് മനസ്സിലായി. അപ്പോൾ പുതിയൊരു വീഡിയോ വെച്ച് കാണുന്നവരേക്കും ബൈ. 10 മിനിറ്റ് ആട്ടോ നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ ടാറ്റ, പിന്നെ കാണാം.
സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ? ആ ചെയ്ത് കൊടുക്കാം.